தேவனுடைய பரிசுத்த நாமம் மையப்படுவதாக. இந்த காலை நேரத்தில் நம்மோடு நேற்று வரையிலும் வாழ்ந்த அன்பு தாய் அவங்களுடைய வாழ்க்கையில் ஒரு பேரிழப்பை முன்னிட்டு அவங்களுடைய சரத்துக்கு செய்யப்படவே நல்லடக்க ஆரணைக்காய் வந்திருக்கிறோம். நம்முடைய குடும்பத்திற்கு, நம்முடைய தேசத்திற்கு இது பேரிழப்பு. இந்த சூழ்நிலையிலே கர்த்தர் நமக்கு சமாதானத்தையும் தெய்வீக ஆறுதலையும் கர்த்தர் நமக்கு தருவாராக. இந்த நல்லடக்க ஆராதனை சரியாக 10 மணிக்கு முடிவடைந்து இந்த சரீரம் நல்லடக்கம் செய்வதற்கான நிலையில் ஆயத்தம் செய்யப்படுகிறது. ஆகவே இந்த சுருங்கிய நேரத்திலே தேவனுடைய நாமத்திலே நாம் செய்ய வேண்டிய ஆராதனை முறைமையை செய்யும்படி கர்த்தர் கிருபை தருவாராக. இந்த வேளையிலே அன்புக்கும் கனத்துக்குரிய நம்முடைய சமீபத்தில் கர்த்தருடைய ஊழியம் செய்கிற பாஸ்டர் ஷாபு ஜேக்கப் அவர்கள் இந்நல்லடக்க ஆராதனை துவக்கத்திற்காக ஜெபிக்கும்படி அன்பாக கேட்கிறேன். നമുക്ക് പ്രാർത്ഥിക്കാം. തലകൾ വണക്കി ആശ്വാസം നൽകുന്ന കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് ഇന്ന് പകൽക്കാലം നോക്കി സകല ആശ്വാസത്തിൻ്റെ ഉറവിടമായ കർത്താവ് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം ഈ രാവിലെ സമയം ധൈര്യപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ, ആശ്വാസം നൽകി അവരുടെ ഹൃദയങ്ങളെ ദൈവം തണുപ്പിക്കുവാൻ ഇന്ന് രാവിലെ സമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയ സഹോദരിയെ കർത്താവേ കഴിഞ്ഞ ദിവസം അവിടുത്തെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ അങ്ങേക്ക് അവിടുന്ന് പ്രസാദം തോന്നിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കഷ്ടതയില്ലാത്ത, വേദനയില്ലാത്ത, കർത്താവെ കണ്ണുനീരില്ലാത്ത, മുറവിളിയില്ലാത്ത നിത്യ തുറമുഖത്തിലേക്ക് അവിടുത്തെ മകളെ ചേർക്കുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയതോർത്ത് സ്തോത്രം. എന്നാൽ വേർപാട് മാനുഷ്യമായി വേദന ഉളവാക്കുന്നുണ്ടെങ്കിലും കർത്താവെ ഇന്ന് പകൽക്കാലങ്ങളിൽ അവിടുത്തെ ആശ്വാസം വേദനിക്കുന്ന ഹൃദയങ്ങൾ ദൈവം നൽകി ദൈവം അവരെ ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിശേഷാൽ ഗണേശപ്രദനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെ ദൈവം അവിടുന്ന് ബലപ്പെടുത്തണമേ. ക്രിസ്തുവിലുള്ള പ്രത്യാശ അധികമായി തൻ്റെ ജീവിതത്തെ ദൈവം നൽകി തന്നെ അവിടുന്ന് ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അരുണായ ദിശയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അവിടെ കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ ധൈര്യപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ ബന്ധുമിത്രാദികളെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെ മേലും കർത്താവ് മാനുഷ്യ വാക്കുകൾ കൊണ്ട് ആശ്വാസം ലഭിക്കാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആശ്വാസകരം ഇന്ന് പകൽക്കാലം അവിടെ നീട്ടണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവ് ശുശ്രൂഷ നിയന്ത്രിക്കുന്ന അവിടുത്തെ ഭൃത്യനായി സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ഫ്യൂണറൽ സർവീസ് വളരെ അനുഗ്രഹമായി നടത്തുവാൻ അവിടുത്തെ ഭൃത്യന്മാരെ ദൈവം അവിടെ നിന്ന് ബലപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥകളെല്ലാം ദൈവം അനുകൂലമാക്കി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഈ പന്തലിനകത്ത് വ്യാപരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ആത്മാവിൻ്റെ വലിയ വ്യാപാര ശക്തി ഇവിടെ കടന്നു വരുന്ന ജനത്തിന് അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് കീഴിലായിരിക്കാൻ അങ്ങയുടെ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ ഭവനത്തെ ആശ്വാസം കൊണ്ട് ദൈവം അവിടെ നിന്നും ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. தொடர்ந்து இந்த பாடல் டீம் ஒரு பாடலை பாடும்போது அதை தொடர்ந்து சென்னிசியினுடைய பாஸ்டர் பால் அவர்கள் தேவனுடைய வார்த்தை கொடுப்பார்கள். இந்த வேளையில் ஒரு பாடலை கேட்போம். ശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവ മക്കൾക്കുള്ള ആശ്രയമേ. ശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവ മക്കൾക്കുള്ള ആശ്രയമേ. പരിലസിക്കും സ്വർണ്ണത്തെരുവീതിയിൽ അതികുതുകാലെന്നു ഞാൻ ചേർന്നിടുമോ?
പരിലസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ അതികുതുകാലെന്നു ഞാൻ ചേർന്നിടുമോ? വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ? പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ? പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ? പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ? தொடர்ந்து தஞ்சை நிசியனுடைய தம்பி அருணுடைய துணைவியாருடைய பாஸ்டர்கள் பால் அவர்கள் வந்து இப்போது சில வார்த்தைகளை சொல்ல அன்பாக கேட்கிறேன். ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രാരംഭമായി തന്നെ ഇവിടുത്തെ അരുണിൻ്റെ പ്രിയപത്നിയായ നിസിയുടെ പാസ്റ്ററാണ് ഞാൻ. പ്രത്യേകിച്ച് ഇവിടെ കൂടി വരുന്നിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ കുടുംബത്തിനും ഈ ദുഃഖ സമയത്ത് ദൈവത്തിലുള്ള ആശ്വാസവും ഞങ്ങളുടെ ദൈവസ്നേഹവും പ്രാരംഭമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. 116 സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ 15-ാമത്തെ വാക്യം, യഹോവ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയതാകുന്നു. ഒന്നുകൂടി ഞാൻ ആ വാക്യം വായിക്കാം. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. മരണം എന്ന് പറയുന്നത് നമുക്കൊക്കെയും ദുഃഖമുളവാക്കുന്നതാണ്. കാരണം ഇനി കലാമയെ, സിസ്റ്റർ കലാവതിയെ ഇനി നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് സംസാരിക്കാൻ കഴിയുകയില്ല. കാരണം ഇന്നലെ അവരുടെ ഉടയവനായ കർത്താവ് അവരുടെ ആത്മാവിനെ തൻ്റെ സന്നിധിയിലേക്ക് വിളിക്കുവാൻ ഇടയായി എന്നുള്ളത് കൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ ഈ വേർപാട് ദുഃഖമാണ്. എന്നാൽ ദൈവവചനം പറയുന്നു, യഹോവ ഭക്തന്മാരുടെ മരണം ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. എന്തുകൊണ്ടാണ് യേശു കർത്താവ് അങ്ങനെ പറഞ്ഞത്? അതിന് കാരണമുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, കാരണം എൻ്റെ പിതാവിൻ്റെ അടുത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട്. ഈ ഭൂമിയിൽ വെച്ച് അവസാനിക്കുന്നതല്ല ഒരു മനുഷ്യൻ്റെ ജീവിതം. മനുഷ്യന് ശരീരമുണ്ട്, മനുഷ്യന് ആത്മാവുണ്ട്. ശരീരത്തിൽ നിന്ന് ആത്മാവ് മാറിപ്പോകുമ്പോൾ നാം വിളിക്കുന്ന പേരാണ് മരണമെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവം നൽകിയ ആത്മാവ് വസിക്കാനുള്ള ഒരു ശരീരത്തിൽ നിന്ന് ആത്മാവ് മാറിപ്പോകുമ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് മരണമെന്ന്. ദൈവവചനമായിരിക്കുന്ന ബൈബിളിൽ 3 തരം മരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ആത്മീയമായ മരണം, രണ്ടാമത്തേത് ശാരീരികമായ മരണം, മൂന്നാമത്തേത് നിത്യമായ മരണം. ശാരീരിക മരണം സകല മനുഷ്യർക്കുമുള്ളതാണ്. ഇന്ന് ഞാൻ നാളെ നീ എന്ന് മഹത് വചനം നാം കേട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണത് പറഞ്ഞത്? നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, പ്രത്യാശയില്ലാത്തവരെ പോലെ നാം അലമുറയിട്ട് കരയരുത് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു പ്രത്യാശ ദൈവം നമുക്കായി ഒരുക്കിയതുകൊണ്ട്, ഒരു വാസസ്ഥലം ദൈവം നമുക്കായി ഒരുക്കിയതുകൊണ്ട്. കാരണം സഹോദരി കലാവതിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് തീർത്ത് പറയാൻ കഴിയും. താൻ ചെയ്ത പാപങ്ങളെല്ലാം ഒരിക്കൽ കർത്താവിനോട് ഏറ്റുപറഞ്ഞു. കാൽവരിയുടെ ക്രൂശിൽ കണ്ടാൽ ആളല്ലെന്ന് തോന്നിക്കുമാറ്
അവസാന തുള്ളി രക്തം വരെ ചിന്തിയ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ തൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തു എന്ന് സഹോദരി കലാവതി തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞപ്പോൾ കർത്താവ് ഈ സഹോദരിയുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുവാൻ ഇടയായി. പാപക്ഷമ ലഭിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി സ്വർഗത്തിലിടങ്ങളുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയം ഞാൻ നിങ്ങളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പാപം ചെയ്തു കഴിയുമ്പോൾ ദൈവവുമായുള്ള ബന്ധം മനുഷ്യൻ വിച്ഛേദിക്കപ്പെടുന്നു. അവിടെ സംഭവിക്കുന്നതാണ് ആത്മീയമായ മരണം. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദ്യ മനുഷ്യനായ ആദാം പാപം ചെയ്തപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവകൽപ്പന ലംഘിക്കുന്ന നാളിൽ നീ മരിക്കുമെന്നാണ്. ആ മരണം എന്ന് പറയുന്നത് ആത്മീയ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു 930 വർഷമാണ് യഥാർത്ഥത്തിൽ ആദാമിൻ്റെ ആയുസ്സായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവവചനമായ ബൈബിളിൽ മരണം കൂടാതെ ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ടവരെ കുറിച്ചുണ്ട്. ഏലിയാവും ഹാനോക്ക് എന്ന് പറയുന്ന വ്യക്തിയും മരണം കൂടാതെ എടുക്കപ്പെട്ടവരാണ്. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, മരണം കൂടാതെ എടുക്കപ്പെട്ടവരുണ്ട്, മരിച്ച് അടക്കപ്പെട്ടവരുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ വെച്ച് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയവർക്ക് കാത്തിരിക്കുന്നൊരു ശിക്ഷയുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് നിത്യമായ മരണം. ആ മരണത്തെയാണ് നാം ഭയപ്പെടേണ്ടത്. എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിയും സഹോദരി കലാവതിയെ പോലെ, ദൈവത്തെ അറിഞ്ഞവരെ പോലെ, ദൈവകൽപ്പന അനുസരിച്ചവരെ പോലെ, കർത്താവിലുള്ള പാപക്ഷമ ഏറ്റെടുത്തവരെ പോലെ ആകുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, വിശുദ്ധ ബൈബിളിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മെത്തുശലഹ് എന്നാണ്. 969 വർഷമാണ് അദ്ദേഹം ജീവിച്ചത്. ഞാൻ ഇങ്ങനെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ടാണ് മെത്തുശലഹ് എന്ന മനുഷ്യന് 969 വർഷം ജീവിക്കാൻ കഴിഞ്ഞത്? അതിൻ്റെ ഒരു കാരണം ബൈബിളിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഹാനോക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. തനിക്കിഷ്ടപ്രകാരം താൻ ജീവിച്ചു. എത്ര വയസ്സുവരെ? 65 വയസ്സുവരെ. 65 വയസ്സ് ആ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പമായിരുന്നു. 900 വർഷമൊക്കെയും 800 വർഷമൊക്കെയും ജീവിക്കുന്ന കാലഘട്ടത്തിൽ 65 വയസ്സെന്ന് പറയുന്നത് ഒരു ചെറുപ്പമായിരുന്നു. 65-ാമത്തെ വയസ്സിൽ ഹാനോക്കിന് ഒരു പുത്രൻ ജനിച്ചു. അവൻ്റെ പേരാ മെത്തുശലഹ്. അവൻ ജനിച്ചപ്പോൾ അവനൊരു പേരിടണമെന്ന് അന്ന് കാലത്ത് ദൈവം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുന്ന പേരാ മനുഷ്യർക്ക് ഇടുക. ദൈവം ഒരു പേര് കൊടുത്തു, മെത്തുശലഹ്. ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആ വാക്കിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഇവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. എന്ത് സംഭവിക്കും? ഇവൻ മരിക്കുമ്പോൾ മനുഷ്യൻ്റെ പാപത്തിൻ്റെ അന്ന് ആ കാലഘട്ടത്തെ തലമുറയിൽ പാപം പച്ചവെള്ളം പോലെ കുടിക്കുന്ന കാലഘട്ടത്തിൽ അതിനുള്ള ശിക്ഷ ഞാൻ കൊടുക്കും എന്ന് ദൈവം പറഞ്ഞു. അപ്പോഴാണ് ഹാനോക്കിൻ്റെ കണ്ണു തുറന്നത്. അന്ന് വരെ എങ്ങനെ ജീവിച്ച മനുഷ്യനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അന്നു മുതൽ തൻ്റെ ജീവിതത്തിൽ പാപത്തെ വെറുക്കാൻ ഹാനോക്ക് ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ ഹാനോക്ക് ആഗ്രഹിച്ചു. അങ്ങനെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനമായി ബൈബിൾ പറയുന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഹാനോക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, ദൈവമേ ഈ മകനെ ദീർഘായുസ് കൊടുക്കണമേ, ജനം മാനസാന്തരപ്പെടുവാൻ, ജനം ദൈവത്തെ അറിയുവാൻ. അതുകൊണ്ട് 969 വർഷം മെത്തുശലഹിന് ആയുസ് കൊടുക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, മരണം നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കുവാനുള്ള അവസരമാണ്. മരണം ഒരു അവസാനമല്ല. മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് മാറിയിട്ട് 2 ഡെസ്റ്റിനേഷനിലേക്ക്, ഒന്നല്ലെങ്കിൽ
കർത്താവിനെ അറിഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ചവർക്ക് പോകുവാനുള്ള വിശ്രാമ സ്ഥലത്തേക്ക് നാം ആദ്യം കടന്നു പോകും. അതല്ലെങ്കിൽ ദൈവവചനത്തെ തള്ളിക്കളഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിന് വില കൽപ്പിക്കാതെ പാപത്തിൽ രസിക്കുന്നവർക്ക് പോകുവാനുള്ള ഒരു യാതനാ സ്ഥലത്തേക്ക് കടന്നു പോകും. നമുക്ക് തീരുമാനിക്കാം എവിടേക്ക് കടന്നു പോകാമെന്ന്. ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു. കർത്താവായ യേശുവിനെ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാൻ ഈ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സിസ്റ്റർ കലാവതിക്കും അതുപോലെ ഗണേഷ് അവർകൾക്കും ദൈവം 2 മക്കളെ കൊടുത്തു. പ്രിയപ്പെട്ട അരുണിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ നൈസി ഒരു നല്ല പാട്ടുകാരിയാണ്. കർത്താവിന് വേണ്ടി അവളുടെ ജീവിതം സമർപ്പിച്ചവളാണ്. അവൾക്ക് തക്കതായൊരു തുണയെ കിട്ടുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം കൊടുത്തത് ഈ കേരളത്തിൻ്റെ അതിർത്തിയായിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവനായ അരുണെ കൊടുത്തുകൊണ്ടാണ്. അനേക സംസ്ഥാനങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം പ്രിയപ്പെട്ടവനെ കൊണ്ടുപോകുന്നു. തിമത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രോഗ്രാം കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് ഹാർട്ട് സംബന്ധമായ പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മുടെ ശരീരത്തിൽ നമുക്ക് രോഗങ്ങളുണ്ടാകാം, ബലഹീനതയുണ്ടാവാം, കുറവുകളുണ്ടാവാം. എന്നാൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കണം. നമ്മുടെ ജീവിതത്തിലൊക്കെയും നമുക്ക് ബലഹീനതകളും കുറവുകളും ഉണ്ടാകാം. എന്നാൽ ഈ ബലഹീനതയുടെ മധ്യത്തിലും ഈ കുറവുകളുടെ മധ്യത്തിലും ഈ രോഗങ്ങളുടെ മധ്യത്തിലും ഞാനിങ്ങനെ ചിന്തിക്കുക, ഈ കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ ആൻഡ്രി ജനിച്ച സമയത്ത് ഞാൻ ഐസിയോട് ചോദിച്ചായിട്ട് ഞാൻ ഓർക്കുന്നു. അരുണിൻ്റെ അമ്മ, ഹാർട്ട് പേഷ്യൻ്റായ അരുണിൻ്റെ അമ്മ ഈ കൊച്ചിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ വല്ല കുഴപ്പമുണ്ടോ? എടുക്കരുതെന്നാണ് പറയാറ്. പക്ഷേ ആ അമ്മ സ്നേഹത്തോടു കൂടി തൻ്റെ എല്ലാ രോഗങ്ങളെയും മറന്നുകൊണ്ട് സ്നേഹിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു പാപമില്ലാത്തവൻ, പരിശുദ്ധനായവൻ, അവസാനത്തുള്ളി രക്തം വരെ ചിന്തി, പിതാവേ ഇവർ ചെയ്യുന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച കർത്താവാണ്. എന്തിനു വേണ്ടി യേശു ഭൂമിയിലേക്ക് വന്നു? നമ്മുടെ പാടുപീഡകൾ സഹിച്ചു, പാപത്തിനു വേണ്ടി മറുവിലയായി സമർപ്പിക്കപ്പെട്ടു, മുൾക്കിരീടം അണിഞ്ഞു. ഒരു ഉത്തരമേയുള്ളൂ, എന്നെയും നിന്നെയും സ്നേഹിക്കുവാൻ, എന്നെയും നിന്നെയും നിത്യതയ്ക്കായി പ്രവേശിക്കുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ മരണം താൽക്കാലികമായി ദുഃഖങ്ങളെ നമുക്ക് നൽകുമ്പോഴും നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രത്യാശയെ ഓർക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്. കർത്താവായ യേശു വാക്കുമാറാത്തവനാണ്. കർത്താവായ യേശു വിശ്വസ്തനാണ്. കർത്താവായ യേശുവിൻ്റെ കല്ലറ തുറന്നു കിടക്കുക. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാ. കർത്താവായ യേശു വാനമേഘങ്ങളിൽ തിരിച്ചു വരുന്നവനാ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും അവൻ വാനമേഘങ്ങളിൽ വരും. അന്ന് ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിൽ ജീവനോടുകൂടിയിരിക്കുന്നവരും കർത്താവിനെ എതിരേൽക്കുവാൻ പുറപ്പെട്ടു വരും എന്ന് ദൈവത്തിൻ്റെ വചനം അസന്ദിഗ്ധമായി പറയുകയാണ്. അത് ശരീരത്തിലല്ല, ഈ ശരീരം ഞൊടിയിടയിൽ രൂപാന്തരപ്പെടും. ആ കർത്താവിനെ എതിരേൽപ്പാൻ പ്രിയപ്പെട്ടവരെ, ആ നിത്യതയെ ഓർക്കുമ്പോൾ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, കർത്താവ് എല്ലാം അതിൻ്റെ സമയത്ത് ചെയ്യുന്നു. കർത്താവ് എല്ലാം അത് ഭംഗിയായി ചെയ്യുന്നു. കാരണം മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവം നിത്യത ഒരുക്കിയിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലേക്ക്, പാപത്തെ വെറുത്ത് പാപമോചകനെ വിശ്വസിച്ച് ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, ക്രിസ്തുവിൽ ജീവിക്കേണ്ട ഒരു അനുഭവത്തിലേക്ക്, പിതാവ് ഒരുക്കുന്ന വാസസ്ഥലത്തേക്ക് കടന്നു പോകുവാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ പ്രിയപ്പെട്ട ഭവനത്തിനും അതുപോലെ തന്നെ ഇവിടുത്തെ സഭയ്ക്കും
ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഇവരെ സ്നേഹിക്കുന്ന സകലർക്കും, തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അരുണിൻ്റെ സഹപ്രവർത്തകർക്കും ഞങ്ങളുടെ സ്നേഹവും, കൊരട്ടിയിലുള്ള അനുഗ്രഹ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ സ്നേഹവും പ്രാർത്ഥനയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. தேவனுடைய நாமம் மையப்படுவதாக. இந்த நாளிலும் என் அருமையான குடும்பத்துக்கு ஒரு ஆறுதலான வார்த்தையை கேட்கும்படி கர்த்தர் கிருபை செய்தார். அருமையான போதகருக்கு நன்றி. தொடர்ந்து இப்போது கொயர் ஒரு ஸ்டாண்ட் சாங்ஸ் பாடுவார்கள். അന്ധതയില്ല നാടേ ദൈവ തേജസ്സ മിന്നും വീടേ, അന്ധതയില്ല നാടേ ദൈവ തേജസ്സ മിന്നും വീടേ, തവ വിളക്കം ദൈവത്തിൻ കുഞ്ഞാടിനെ അളവെണ്ണി പാടി സ്തുതിച്ചിടും ഞാൻ. തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടിനെ അളവെണ്ണി പാടി സ്തുതിച്ചിടും ഞാൻ. വാനവരൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ.